ഇനി അങ്ങനെ ഒരു മുടി വന്നാൽ, ഒരു മുടി വന്നെത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്നാരെങ്കിലും പറഞ്ഞാൽ പിന്നെ സനദ് ചോദിക്കാൻ പാടില്ല. പറഞ്ഞ് സ്വീകരിച്ചു കൊള്ളണമെന്ന് പറഞ്ഞാൽ അത് കാരന്തൂർ പോയി പറഞ്ഞാൽ മതി. അത് നടക്കൂല. നബി തങ്ങളതാണെന്ന് പറഞ്ഞ ഒരു വാക്ക് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഇമാം ബുഖാരി തങ്ങൾക്ക് പറഞ്ഞാൽ മതി, തങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇമാം ബുഖാരിനെ ആരാണെന്ന് ചരിത്രം അറിയാം. അഹമ്മദിന്റെ ചരിത്രമല്ല, അബൂബക്കറിന്റെ ചരിത്രമല്ല, ഇമാം ബുഖാരിന്റെ ചരിത്രം. ആ ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞാൽ മതി, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞങ്ങൾ കേട്ടാ മതി എന്ന് പറഞ്ഞാൽ പോലെ. എന്തിനാ ഈ സനത് ഇത്രയേറെ വിഷമിച്ചുണ്ടാക്കണം? ഒരാള് ഇടത്ത് ഭാഗത്ത് തുപ്പലിന് പകരം വലത് ഭാഗത്തേക്ക് തുപ്പിയ ആളുടെ പോലും അയാളെ ഈ സനദിലേക്ക് സ്വീകരിക്കപ്പെടുകയില്ല. എന്നിട്ടല്ലേ കളവും 100 കളവും 1000 കളവും പറയുന്നയാളെ സ്വീകരിക്കില്ല. അങ്ങനെ സ്വീകരിക്കപ്പെടാത്ത രീതിയിൽ വളരെ ശക്തമായ സനദിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വാക്ക്, നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ഒരു വാക്ക് അതിശക്തമായ സനദിലൂടെ സ്ഥാപിക്കപ്പെടുകയാണ്. അക്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ പറ്റാത്തയാളാണെങ്കിൽ, വളരെ ചെറിയ നിലയിൽ എന്തെങ്കിലും ഒരു ളുഅഫിന്റെ ഇല്ലത്തുണ്ടെങ്കിൽ അയാളെ തള്ളി. ഹദീസ് സഹീഹാണെങ്കിൽ പോലും സ്വീകരിക്കപ്പെടുകയില്ല. ഇതെല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെ. ഹദീസ് പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ ഈ ഇടക്കുള്ളയാൾ മോശക്കാരനായാൽ ആ സനദ് ശരിയല്ലാത്തത് കൊണ്ട് ആ ഹദീസ് സ്വീകരിക്കപ്പെടുകയില്ല. സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കണം, ലഈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പറയാത്ത ഹദീസ് എന്നല്ല അർത്ഥം. മറിച്ച് നബിതങ്ങൾ പറഞ്ഞു എന്ന് പറയുന്ന ആളുകളുടെ പരമ്പരയിൽ ഒരാൾ മോശക്കാരനുണ്ട്, ചെറിയ മോശം എന്തെങ്കിലും മതി, എന്നാൽ ആ ഹദീസ് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. അങ്ങനെ അത്ര കണിശമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിന് സനദ് വേണം. എന്നിട്ടല്ലേ ഷാർ മുബാറക്കിന് സനദ് ചോദിച്ചാൽ പൊറുതികേട് കാണിക്കേണ്ട ആവശ്യം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആർക്കും എന്തും പറയാം. നാളെ ഞാനൊരു മോതിരം കൊണ്ടുവരിക, മോതിരം കൊണ്ടുവന്നിട്ട് നിങ്ങളോട് പറയുന്നു, സഹോദരന്മാരെ, ഇന്നലെ ഞാൻ രാത്രി സ്വപ്നം കണ്ടു, നബി തങ്ങളെ സ്വപ്നം കണ്ടു, ദാ ഈ മോതിരം എനിക്ക് സ്വപ്നത്തിൽ തന്നതാണ്. എന്താ പറഞ്ഞൂടെ? സ്വപ്നത്തിന്റെ കള്ളക്കഥകൾ പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് എന്തായാലും പറഞ്ഞൂടെ? ഇത് എല്ലാം പറയാമെന്ന സ്ഥിതി വന്നാൽ ആർക്കും എന്തും പറയാം. പണ്ട് മത്തി കച്ചവടക്കാരൻ മത്തി ഇങ്ങനെ വെച്ച് വിൽക്കുകയാണ് പോലും ഏതോ നാട്ടിൽ. ഇത് അങ്ങനെ പറയപ്പെടുന്ന ഒരു കഥയാണ്. ഇനി അതിന് തെളിവ് ചോദിക്കണ്ട. മത്തി കച്ചവടക്കാരൻ മത്തി ഇങ്ങനെ വിൽക്കുക. അപ്പുറത്ത് ചെമ്മീനുണ്ട്, അതിന്റെ അപ്പുറം മുള്ളനുണ്ട്, അതിന്റെ അപ്പുറം ആവോലി അയക്കൂറി ഒക്കെ ഉണ്ട്. എല്ലാവരും ആവോലി അയക്കൂറിയും ചെമ്മീനും ഒക്കെ വാങ്ങിപ്പോവാ. വന്ന സമയം വൈകി, മത്തി കച്ചവടം നടന്നിട്ടില്ലെങ്കിൽ പറ്റൂല. അപ്പൊ മൂപ്പര് മന്നക്കല മത്തി ഫഹുവ മിൻ ഉമ്മത്തി, ആരെങ്കിലും മത്തി തിന്നാൽ എന്റെ ഉമ്മത്തിൽപ്പെട്ടതാണെന്ന് നബി തങ്ങൾ പറഞ്ഞു എന്നങ്ങ് പറഞ്ഞു. മത്തി ചെലവായി പോലും. ഇങ്ങനെ ആയിക്കൂടെ? സനത് വേണ്ടല്ലോ. സനത് ചോദിക്കുന്നതിന് എന്ത് പൊറുതികളാ? ഉപ്പാന്റെ സനത് ചോദിച്ചോ ഉമ്മാന്റെ സനത് ചോദിച്ചോ എന്നാ ചോദിക്കുന്നത്.